ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പഴംപൊരിൻ്റെ റെസിപ്പിയാണ്. ഇതിന് നമുക്ക് മൈദ മാത്രം മതി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദ ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ദോശമാവോ അരിപ്പൊടിയോ ഒന്നും ആവശ്യമില്ല, മൈദ മാത്രം മതി. ഇനി അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നുള്ള് ബേക്കിംഗ് സോഡ കേട്ടോ, നമ്മൾ 1/4 ടീസ്പൂൺ പോലും ചേർക്കണില്ല, ആ സ്പൂണിൽ കാണുന്നത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി അതിലേക്കൊരു നുള്ള് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഫുഡ് കളറാട്ടോ, യെല്ലോ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കയ്യിലുള്ളത് കൊണ്ടാട്ടോ ഞാനത് ചേർത്ത്, ഇല്ലെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്താലും മതി. ഇനി അതിലേക്ക് 2 ഗ്ലാസ് ആട്ടോ വെള്ളം എടുത്തിരിക്കണം. ആ 2 ഗ്ലാസ്സിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത്. ഇനി ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ്. ഞാൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഷേപ്പ് ആക്കിയിട്ടാട്ടോ ഇത് കട്ട് ചെയ്യാറ്. നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഓരോ പഴം എടുത്തിട്ട് ബാറ്ററിലേക്ക് മുക്കി എണ്ണയിലിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് 5 മിനിറ്റ് പോലും റെസ്റ്റ് ചെയ്യാൻ വെക്കണില്ല കേട്ടോ. നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയ പാടെ തന്നെ പഴം മുറിച്ചിട്ട് അങ്ങോട്ട് എണ്ണയിലിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ്. എന്നാൽ തന്നെ ഇത് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല പൊങ്ങിയിട്ടൊക്കെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ചായ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് തന്നെ ഇവിടെ പഴംപൊരിയും റെഡിയായി കിട്ടും കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് കളറ് മാറി വരുന്ന സമയത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പഴംപൊരിയൊക്കെ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. ഇന്ന് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല പൊങ്ങിയിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പഴമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.